ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ട് സോഷ്യൽ മീഡിയാസിലൊക്കെ വൈറലായ ഒരു ബെറിയപ്പിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ ഇപ്പോൾ ആദ്യം നമ്മൾ കോൺഫ്ലേക്സ് ആണ് എടുത്തിരിക്കുന്നത്. കോൺഫ്ലേക്സ് ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ബൗള് ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്, വാനില ഐസ്ക്രീം. ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് ഒരു ബെറിയപ്പ് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അടുത്തത് കേർഡാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലത്തെ കേർഡ്, പുളിയില്ലാത്ത തൈര് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ്. ഇതല്ലെങ്കിൽ നിങ്ങൾ യോഗേർട്ട് എടുക്കുക കേട്ടോ. ഇപ്പോൾ ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേർട്ടൊക്കെ നമുക്ക് കടയിൽ അവൈലബിൾ ആണ്. എനിക്കിപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഫ്ലേവർ കിട്ടാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. യോഗേർട്ടിനൊക്കെ ഒരു 30 രൂപ റേറ്റ് വരും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഈ കേർഡ് എടുത്തിരിക്കുന്നത് 10 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കേർഡ് യോഗേർട്ട് ആക്കിയതിന് ശേഷമാണ് ബെറിയപ്പ് തയ്യാറാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് സ്ട്രോബെറിയുടെ ക്രഷാണ്. ഈ ഒരു ക്രഷ് എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ജാം എടുക്കുക. സ്ട്രോബെറിയുടെ ജാം ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് സ്ട്രോബെറിയുടെ ബെറിയപ്പാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഫ്ലേവർ ഞാൻ എടുത്തത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂബെറിയുടെ ഫ്ലേവർ എടുത്തിട്ടായാലും ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് യോഗേർട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു കേർഡ് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഒരു ബെറിയപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഈ ഒരു കേർഡിൻ്റെ ഒരെണ്ണം ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഫുള്ളും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കേർഡ് എടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പഞ്ചസാരയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. യോഗേർട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അതോടൊപ്പം 3 ടീസ്പൂൺ സ്ട്രോബെറിയുടെ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്ട്രോബെറിയുടെ ജാം യൂസ് ചെയ്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിതിലേക്ക് 2-3 ഡ്രോപ്സ് സ്ട്രോബെറിയുടെ എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കളേർഡ് ആയിട്ടുള്ള എസൻസ് ആണ്. ഇപ്പോൾ ഈ ഒന്നും കൂടി കളർ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുത്തത്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷണലാണ്. അടുത്തതായിട്ട് ബെറിയപ്പ് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ OHP ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലാസ് ആയാലും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു സൈസിൽ OHP ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു OHP ഷീറ്റ് വെച്ച് കൊടുക്കാം. ആദ്യം കോൺഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളിതിൽ ഫില്ല് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റായിട്ട് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഗ്ലാസ് പ്ലേറ്റിലേക്ക് കമത്തിയിട്ട് പുള്ളി ചെയ്തെടുത്താൽ മതി. അതിന് മുകളിലേക്ക് യോഗേർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലൊന്നും ആവാതെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇവിടെ ഇപ്പോൾ യോഗേർട്ട് ഞാൻ മുഴുവനായിട്ട് ഇട്ടിട്ടില്ല, കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിന് മുകളിലേക്ക് സ്ട്രോബെറിയുടെ ക്രഷാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു തിൻ ലെയറായിട്ട്. അപ്പോൾ ആ ഒരു കളറിൻ്റെ ഭംഗിയൊക്കെ കൂടാൻ വേണ്ടിയിട്ട് സൈഡിലേക്കൊക്കെ നീക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. കാരണം നമ്മൾ പുള്ളി ചെയ്യുമ്പോൾ നന്നായിട്ട് ഒഴുകിയിറങ്ങാനായിട്ട് ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. അപ്പോൾ ഐസ്ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ചിരിക്കണം. എന്നിട്ട് വേണം ബെറിയപ്പിൽ യൂസ് ചെയ്യാനായിട്ട്. അതിന് മുകളിലേക്ക് യോഗേർട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫുൾ ഒരു ലെയറായിട്ടൊന്നും യോഗേർട്ട് ഇട്ടിട്ടില്ല, സൈഡിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിന് മുകളിലേക്ക് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. ഇനി ഏറ്റവും ലാസ്റ്റ് ലെയറായിട്ട് ഞാൻ സ്ട്രോബെറിയുടെ ക്രഷും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ബെറിയപ്പിന് കുറച്ചുകൂടി ഭംഗി കൂട്ടാനായിട്ട് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ലെയറായിട്ട്. അപ്പോൾ അതാ നമ്മുടെ ബെറിയപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുള്ളി ചെയ്തെടുക്കാം. ഇതാ ഇവിടെ പുള്ളി ചെയ്യാൻ പോവാണ്. ആ ഒരു കളറും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ മിക്സ് ചെയ്ത് കിടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് കൂടി നോക്കാം.
നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. യോഗേർട്ടിൻ്റെയും ഐസ്ക്രീമിൻ്റെയും കൂടി കോമ്പിനേഷനിലുള്ള ഒരു ടേസ്റ്റാണ് വരുന്നത്. അതായത് ചെറിയൊരു പുളിയും മധുരം കൂടി കലർന്നിട്ടുള്ളൊരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതിന് മുന്നേ ഈ ഒരു ടേസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ, ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. കാരണം എല്ലാവർക്കും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാനിത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമായിരുന്നു. പിന്നെ ഇത് കുറേ നേരം വെച്ചിരിക്കരുത്, നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ കോൺഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ തണുത്ത് പോവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി എന്നെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറന്നു പോകരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.